ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചൂരക്കറിയാണ്. അതിനായിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ചെയ്യണം, കമൻറ്റും ഒക്കെ ചെയ്യണം. നന്നായിട്ട് എണ്ണ ചൂടായി വരട്ടെ. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ട് വരട്ടെ. പൊട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒത്തിരി ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു പച്ചനിറം മാറും വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. മല്ലിപ്പൊടി പച്ചമുളക് മാറി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി സാദാ മുളക് പൊടി പൊടിച്ചതാണ്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഇനി ഒരല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് തേങ്ങ വറുത്ത് അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. വീണ്ടും വെള്ളം ആവശ്യത്തിന് എന്തോരം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമുള്ള പുളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. കഴുകി മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളക്കാൻ നേരത്തെ മീൻ ഇട്ട് കൊടുക്കാവൂ. ഇതിപ്പോൾ 2 വലിയ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത്. ചുമ്മാ മീനൊന്ന് താത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് പറ്റട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. തിളച്ച് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു ദിവസം ഇത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് ഭയങ്കര ടേസ്റ്റായിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. അത് കപ്പയുടെയൊക്കെ ഒപ്പം കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇനി ഇത് നമുക്ക് തലേ ദിവസം വെച്ചതാണ്. പിറ്റേ ദിവസം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇത് ഒഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഒരു കഷ്ണം എടുത്ത് ചോറിൻ്റെ അകത്ത് ഇടുകയാണ്. ഓക്കെ,